നമസ്കാരം. മംഗളം ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബിനി പ്രേംരാജ്. യുദ്ധം തുടങ്ങിയത് മുതൽ വലിയ വിജയ പ്രതീക്ഷയിലായിരുന്നു ഇസ്രായേൽ. പക്ഷേ ഇപ്പോൾ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു കഴിഞ്ഞു. ഇനി വിജയം ഇസ്രായേലിനൊപ്പം ഇല്ല എന്നതിൻ്റെ എല്ലാ തെളിവുകളും പുറത്തു വന്നു കഴിഞ്ഞു. ഇപ്പോൾ നിലനിൽപ്പിനായി നെട്ടോട്ടം ഓടുകയാണ് ബെഞ്ചമിൻ നെതന്യാഹു. ഹമാസ് കനത്ത ഭാഷയിൽ തന്നെയാണ് ഇസ്രായേലിന് മറുപടി നൽകുന്നത്. കൊടും ക്രൂരതകളെ തുടർന്ന് ലോകതലത്തിൽ ഒറ്റപ്പെട്ട ഇസ്രായേലിനെ വിമർശിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും രംഗത്തെത്തി കഴിഞ്ഞു. യുദ്ധമന്ത്രിസഭയുടെ കടും പിടുത്തമാണ് സംഘർഷത്തിന് ആക്കം കൂട്ടുന്നതെന്നും ബൈഡൻ വിമർശിച്ചു. ഗസയിൽ നടക്കുന്ന വിവേചനരഹിതമായ ബോംബാക്രമണം മൂലം ഇസ്രായേലിന് ആഗോള പിന്തുണ നഷ്ടമാകാനുള്ള സാധ്യതയുണ്ടെന്നും നെതന്യാഹുവിന് ബൈഡൻ മുന്നറിയിപ്പ് നൽകി. ഹമാസിന് തിരിച്ചടി നൽകുന്നതിൽ തെറ്റില്ല, എന്നാൽ ഫലസ്തീനിലെ നിരപരാധികളെ സംരക്ഷിക്കേണ്ടതുണ്ടെന്നും ബൈഡൻ പറഞ്ഞു. അതേസമയം ഇസ്രായേലിനുള്ള ആയുധ കൈമാറ്റത്തിൽ അമേരിക്ക മാറ്റം വരുത്തുന്നില്ല എന്ന് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് CNN റിപ്പോർട്ട് ചെയ്തു. അതിനിടയിൽ ഗസയിൽ അടിയന്തര വെടിനിർത്തൽ ആവശ്യപ്പെട്ടുള്ള UN പ്രമേയം ഇസ്രായേൽ തള്ളി. ഹമാസിന് മാത്രം ഗുണം ചെയ്യുന്ന നടപടിക്ക് ഒരുക്കമല്ലെന്ന് നെതന്യാഹുവിന്റെ വക്താവ് അറിയിച്ചു. 153 രാജ്യങ്ങളുടെ പിന്തുണയോടുകൂടിയാണ് ഹമാസിനെ വിമർശിക്കാത്ത പ്രമേയം UN പാസാക്കിയത്. പ്രമേയത്തെ എതിർത്തുകൊണ്ട് അമേരിക്കയും ഇസ്രായേലും ഉൾപ്പെടെ 10 രാജ്യങ്ങളാണ് രംഗത്തെത്തിയത്. ബ്രിട്ടനും ജർമ്മനിയും വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. പ്രമേയം നടപ്പാക്കാൻ UN ബാധ്യതയില്ലെന്നിരിക്കെ ലക്ഷ്യം നേടും വരെ ആക്രമണം തുടരുമെന്ന് ഇസ്രായേൽ അറിയിച്ചു. ഖാൻ യൂനിസ്, ജബാലിയ, ശുജായ എന്നിവിടങ്ങളിൽ ഏറ്റുമുട്ടൽ അതീവ രൂക്ഷമായി തുടരുകയാണ്. കരയുദ്ധത്തിൽ 8 സൈനികർ കൂടി കൊല്ലപ്പെട്ടെന്നും 21 പേർക്ക് പരിക്കേറ്റതായും സൈന്യം അറിയിച്ചു. മധ്യ ഗസയിൽ അൽഖുദ്സ് ബ്രിഗേഡുമായി ചേർന്ന് 15 സൈനികരെ അടുത്തുനിന്ന് ആക്രമിച്ചതായി അഖസാം ബ്രിഗേഡ് പറഞ്ഞു. സയനിസ്റ്റ് സൈനികരുടെ ശ്മശാന ഭൂമിയായി ഗസ മാറുമെന്ന പ്രഖ്യാപനം അക്ഷരാർത്ഥത്തിൽ പുലരുകയാണെന്നും അൽഖസാം ബ്രിഗേഡ് പറഞ്ഞു. അതിനിടെ തെക്കൻ ഗസയിൽ ഇസ്രായേൽ വ്യോമാക്രമണങ്ങൾ തുടരുകയാണ്. ഗസയിൽ ആരോഗ്യമേഖല അപ്പാടെ തകർന്നതായി ലോകാരോഗ്യ സംഘടന അറിയിച്ചു. 11 ആശുപത്രികൾ മാത്രമാണ് ഭാഗികമായെങ്കിലും പ്രവർത്തിക്കുന്നത്. ഹൂതി ഭീഷണി തുടരുന്ന ചെങ്കടലിലേക്ക് ഇസ്രായേൽ സഖ്യരാജ്യങ്ങളുമായി ചേർന്ന് 4 യുദ്ധക്കപ്പലുകൾ കൂടി അയച്ചു. ജനീൻ ഉൾപ്പെടെ വെസ്റ്റ് ബാങ്കിൽ സൈനിക നടപടി തുടരുകയാണ് ഇസ്രായേൽ. നിരവധി പേരെ സേന പിടിച്ചുകൊണ്ടുപോയി. വടക്കൻ അതിർത്തിയിൽ ഹിസ്ബുല്ല നടത്തുന്ന കനത്ത ആക്രമണങ്ങളിലും മാറ്റമില്ല. അതേസമയം ഇപ്പോൾ നടക്കുന്നത് ഇസ്രായേലിന്റെ 2ാം സ്വതന്ത്ര യുദ്ധമാണെന്നും ഇതിന് നാം കനത്തതും വേദനാജനകവും പ്രയാസമേറിയതുമായ വിലയാണ് നൽകുന്നതെന്നും ഇസ്രായേൽ മന്ത്രി മുൻ ആർമി ജനറലുമായ ബെന്നി ഗാൻഡസ് പറഞ്ഞു. ചൊവ്വാഴ്ച ഗസയിൽ ഹമാസ് പ്രത്യാക്രമണത്തിൽ കൊല്ലപ്പെട്ട 8 ഇസ്രായേലി അധിനിവേശ സൈനികരുടെ പേര് വിവരം പുറത്തുവിട്ട് സമൂഹമാധ്യമത്തിലെഴുതിയ കുറിപ്പിലാണ് ഗാൻഡസിന്റെ വിമർശനം. യുദ്ധത്തിൽ മരിച്ചു വീഴുന്ന എല്ലാ സൈനികരും ഇസ്രായേൽ രാജ്യത്തിന് മുഴുവൻ മായാത്ത മുറിവാണ്. അത്തരം ഓരോ മുറിവുകളും നമ്മുടെ യോദ്ധാക്കളുടെ ധീരതയുടെ ഓർമ്മപ്പെടുത്തലുകളാണ്. ഷുജായിൽ ഇന്നലെ കൊല്ലപ്പെട്ടവരുടെയും നമ്മുടെ അതിജീവനത്തിനായി ജീവൻ വെടിഞ്ഞ എല്ലാവരുടെയും കുടുംബാംഗങ്ങൾക്ക് ഹൃദയാംഗമായ അനുശോചനം ബെന്നി ഗാൻഡസ് എക്സിൽ കുറിച്ചു. ഇന്നലെ ഗസയിൽ 10 സൈനികർ കൂടി ഹമാസ് കൊലപ്പെടുത്തിയതായി ഇസ്രായേൽ സൈന്യം ബുധനാഴ്ച പുറത്തിറക്കിയ പ്രസ്താവനയിൽ അറിയിച്ചിരുന്നു. ആദ്യം 8 പേരുടെ പേര് വിവരങ്ങളാണ് പുറത്തുവിട്ടത്. പിന്നാലെയാണ് 2 പേർ കൂടി കൊല്ലപ്പെട്ടതായി IDF അറിയിച്ചത്. ചൊവ്വാഴ്ച ഗസ മുൻപിൽ നടന്ന ഏറ്റുമുട്ടലിലാണ് ഇവർ കൊല്ലപ്പെട്ടതെന്ന് ഇസ്രായേലി ദിനപത്രമായ ഹാരറ്റ്സ് ഇസ്രായേൽ സേനയെ ഉദ്ധരിച്ച് റിപ്പോർട്ട് ചെയ്യുന്നു. ഗോലാനി ബ്രിഗേഡിന്റെ 13ാം ബറ്റാലിയൻ കമാൻഡറായ ലഫ്റ്റനന്റ് കേണൽ ടോമർ ഗ്രീൻബെർഗ് കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടും. മേജർ റോയി മെൽദാസ്, മേജർ മോഷെ അവ്രാം ബാറോൺ, മേജർ ബെൻ ഷെലി, ക്യാപ്റ്റൻ ലീൽ ഹായോം, സ്റ്റാഫ് സർജന്റ് റിയ യാക്കോവ്, സർജന്റ് ഫസ്ക റോം ഹെക്ടർ, സർജന്റ് അച്ചിയ ദസ്കൽ, കേണൽ ഇറാൻ അലോനി, ഇത്സക് ബെൻ ബെസത്ത് എന്നിവരാണ് കൊല്ലപ്പെട്ടത്. അതിനിടെ കരയുദ്ധം ശക്തിപ്പെടുത്തിയ ശേഷം ഹമാസ് പ്രത്യാക്രമണത്തിൽ സൈനികർ കൊല്ലപ്പെടുന്നത് കുത്തനെ ഉയർന്നതായി ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇതുവരെ ഉയർന്ന ഓഫീസർമാരടക്കം 435 സൈനികർ കൊല്ലപ്പെട്ടെന്ന് ഇസ്രായേൽ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ വെളിപ്പെടുത്തി. 20 സൈനികർ സഹപ്രവർത്തകരുടെ തന്നെ സൗഹൃദ വെടിവയ്പിൽ കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ സൈന്യം ചൊവ്വാഴ്ച അറിയിച്ചിരുന്നു. അതേസമയം ഗസ മുൻപിൽ കരയുദ്ധം ആരംഭിച്ചത് മുതൽ തങ്ങളുടെ 20 സൈനികർ സൗഹൃദ വെടിവയ്പിൽ കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ പ്രതിരോധ സേന ചൊവ്വാഴ്ച അറിയിച്ചു. അബദ്ധത്തിൽ ഇസ്രായേൽ സൈന്യത്തിന്റെ തന്നെ വെടിയേറ്റ് സൈനികർ കൊല്ലപ്പെടുന്നതിനെയാണ് സൗഹൃദ വെടിവയ്പ്പെന്ന് സൈന്യം വിശേഷിപ്പിച്ചത്. ഇസ്രായേൽ സൈന്യത്തിന്റെ കണക്ക് പ്രകാരം കരയുദ്ധത്തിൽ കൊല്ലപ്പെട്ട സൈനികരുടെ 5-1 സൗഹൃദ വെടിവയ്പിൽ കൊല്ലപ്പെട്ടത്. ഓഫീസർമാരും സൈനികരും ഉൾപ്പെടെ 111 പേർ കരയുദ്ധത്തിൽ കൊല്ലപ്പെട്ടതായാണ് ഇസ്രായേൽ ഔദ്യോഗികമായി പറയുന്നത്. അതേസമയം ഇസ്രായേൽ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷന്റെ കണക്കനുസരിച്ച് ഗസയിൽ കരയുദ്ധം ആരംഭിച്ചതിന് ശേഷം കൊല്ലപ്പെട്ട ഇസ്രായേൽ സൈനികരുടെയും ഓഫീസർമാരുടെയും എണ്ണം 435ആയി. ഫലസ്തീൻ പോരാളികളാണെന്ന് തെറ്റിദ്ധരിച്ച് ഇസ്രായേൽ സൈന്യം നടത്തിയ വെടിവയ്പ്പിലാണ് 13 സൈനികർ കൊല്ലപ്പെട്ടത്. മറ്റ് 7 പേർ ടാങ്ക് ദേഹത്ത് കയറിയും ഇസ്രായേൽ സൈന്യം സ്ഥാപിച്ച സ്ഫോടക വസ്തുക്കൾ പൊട്ടിത്തെറിച്ചും മറ്റുമാണ് കൊല്ലപ്പെട്ടത്. കരയുദ്ധത്തിൽ പങ്കെടുക്കുന്ന സൈനികരുടെ എണ്ണം കൂടുതൽ, പോരാട്ടത്തിന്റെ ദൈർഘ്യവും സ്വഭാവവും, ക്ഷീണം, പ്രവർത്തന അച്ചടക്കമില്ലായ്മ, ഏകോപനമില്ലായ്മ എന്നിവ ഉൾപ്പെടെ വിവിധ കാരണങ്ങളാണ് സൈനികരുടെ മരണസംഖ്യയ്ക്ക് പ്രധാന കാരണമെന്ന് ഇസ്രായേലി സൈന്യം പറയുന്നു.
അതേസമയം ഗസയിൽ കരയുദ്ധത്തിനെത്തിയ 11 ഇസ്രായേൽ അധിനിവേശ സൈനികരെ വധിച്ചതായി ഫലസ്തീൻ വിമോചന സംഘടനയായ ഹമാസ് അറിയിച്ചു. 7 ഇസ്രായേൽ സൈനിക വാഹനങ്ങൾ ലക്ഷ്യമിട്ട് നടത്തിയ ആക്രമണത്തിലാണ് അവർ കൊല്ലപ്പെട്ടതെന്ന് ഹമാസിന്റെ സായുധ വിഭാഗമായ ഖസാം ബ്രിഗേഡ് അറിയിച്ചു. ഗസ സിറ്റിക്കടുത്ത ഷുജയിലാണ് ഷെല്ലുകളും ടാങ്ക് വേദ ആയുധങ്ങളും ഉപയോഗിച്ച് ഇസ്രായേലിന്റെ 7 സൈനിക വാഹനങ്ങൾ ആക്രമിച്ചത്. അതേസമയം ഗാസയിലെ ഹമാസിന്റെ ഭൂഗർഭ തുരങ്കങ്ങളിലേക്ക് ഇസ്രായേൽ പ്രതിരോധ സേന കടൽ ജലം പമ്പ് ചെയ്തു തുടങ്ങിയതായി റിപ്പോർട്ട്. ഹമാസിന്റെ ഭൂഗർഭ ശൃംഖലയെയും ഒളിത്താവളങ്ങളെയും നശിപ്പിക്കുവാനും പോരാളികളെ പുകച്ചു പുറത്തു ചാടിക്കുവാനും ലക്ഷ്യമിട്ടാണ് IDFന്റെ പുതിയ തന്ത്രം. ഇസ്രായേൽ സൈന്യം ഹമാസിന്റെ തുരങ്കങ്ങളിലേക്ക് കടൽ വെള്ളം പമ്പ് ചെയ്യാൻ തുടങ്ങിയെന്ന് പേര് വെളിപ്പെടുത്താത്ത US ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് വാൾ സ്ട്രീറ്റ് ജേണൽ ചൊവ്വാഴ്ച റിപ്പോർട്ട് ചെയ്തു. ഈ പ്രക്രിയയ്ക്ക് ആഴ്ചകളെടുക്കുമെന്ന് അവർ കൂട്ടിച്ചേർത്തു. തുരങ്കങ്ങളിലേക്ക് കടൽവെള്ളം പമ്പ് ചെയ്യുവാൻ ഇസ്രായേൽ ആലോചിക്കുന്നതായി ഈ മാസം ആദ്യം ജേണൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിനായി ഇസ്രായേൽ പ്രതിരോധ സേന ഗാസ സിറ്റിയിലെ അൽഷാദി അഭയാർത്ഥി ക്യാമ്പിന് സമീപം 5 വലിയ വാട്ടർ പമ്പുകൾ സ്ഥാപിച്ചു. മെഡിറ്ററേനിയൻ കടലിൽ നിന്ന് മണിക്കൂറുകളിൽ ആയിരക്കണക്കിന് ക്യൂബിക് മീറ്റർ വെള്ളം തുരങ്കങ്ങളിലേക്ക് അടിച്ചു കയറ്റുവാനും ആഴ്ചയ്ക്കുള്ളിൽ വെള്ളപ്പൊക്കമുണ്ടാക്കാനും കഴിയുമെന്നാണ് റിപ്പോർട്ട്. ഹമാസിന്റെ ബന്ധുക്കളെയും യുദ്ധോപകരണങ്ങളെയും ഒളിപ്പിച്ചിരിക്കുകയാണെന്ന് ഇസ്രായേൽ വിശ്വസിക്കുന്ന തുരങ്കങ്ങൾ നശിപ്പിക്കുവാൻ ഈ പ്രക്രിയ സഹായിക്കുമെന്ന് ചില ബൈഡൻ ഭരണകൂട ഉദ്യോഗസ്ഥർ പറഞ്ഞതായി ജേണൽ റിപ്പോർട്ട് ചെയ്തു. കടൽ വെള്ളം ഗസയുടെ ശുദ്ധജല വിതരണത്തെ അപകടത്തിലാക്കുമെന്ന് മറ്റു ഉദ്യോഗസ്ഥർ ആശങ്ക പ്രകടിപ്പിച്ചതായി പത്രം റിപ്പോർട്ട് ചെയ്യുന്നു. എന്നാൽ റിപ്പോർട്ടിനെക്കുറിച്ച് ഇസ്രായേൽ സൈന്യം പ്രതികരിച്ചിട്ടില്ല. തുരങ്കങ്ങളിൽ വെള്ളപ്പൊക്കം ഉണ്ടാക്കുന്നത് ഒരു നല്ല ആശയമാണ്, പക്ഷേ അതിന്റെ പ്രത്യേകതകളെക്കുറിച്ച് ഞാൻ അഭിപ്രായം പറയുന്നില്ല. IDF മേധാവി ഹെർസി ഹലേവിയെ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു. തുരങ്കം നശിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളുടെ വിശദാംശങ്ങളെക്കുറിച്ച് പ്രതികരിക്കുവാൻ സൈന്യം വിസമ്മതിച്ചു. ഈ തുരങ്കങ്ങളിൽ ബന്ദികളെ ഒളിപ്പിച്ചിട്ടില്ല എന്ന വാദങ്ങളും നടക്കുന്നുണ്ട്. പക്ഷേ യാഥാർത്ഥ്യം എന്താണെന്ന് എനിക്കറിയില്ല എന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കിയുമായി വൈറ്റ് ഹൌസിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വിഷയത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടിയായി അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞു. എന്നാൽ ഈ നീക്കം ഗാസയിലെ ഭൂഗർഭജലത്തിൽ ദീർഘകാല പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് പരിസ്ഥിതി വിദഗ്ധർ മുന്നറിയിപ്പ് നൽകി. കടൽ വെള്ളം തുരങ്കങ്ങളിലേക്ക് ഒഴുക്കിയാൽ ഗാസയിലെ വെള്ളത്തിനും മണ്ണിനും ഉണ്ടാക്കുന്ന ആഘാതങ്ങളെക്കുറിച്ച് വാൾ സ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ടിൽ പറയുന്നു. 2015 ഈജിപ്ഷ്യൻ സൈന്യം ഗാസയുടെ തെക്കൻ അതിർത്തിക്ക് താഴെയുള്ള തുരങ്കങ്ങളിൽ ഇത്തരത്തിൽ വെള്ളപ്പൊക്കമുണ്ടാക്കിയിരുന്നു. ഗാസയിൽ ഇതിനോടകം 800-ലധികം തുരങ്കങ്ങൾ കണ്ടെത്തിയതായി IDF കഴിഞ്ഞ ആഴ്ച അറിയിച്ചിരുന്നു. നന്ദി, നമസ്കാരം.